ആധ്യാത്മിക ശിഷ്യത്വം എന്ന കുറുക്കുവഴി. യേശു അരുളി ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. കർമ്മരസഭയിൽ ചേർന്ന് സന്യാസ സമർപ്പണത്തിലൂടെ പുണ്യപൂർണത പ്രാപിക്കുവാൻ ആഗ്രഹിച്ച കൊച്ചുത്രേസ്യ അതിനായി ആധ്യാത്മിക ശിഷ്യത്വം എന്ന കുറുക്കുവഴി കണ്ടുപിടിച്ചു. ആധ്യാത്മിക ശിഷ്യത്വത്തിൻ്റെ കുറുക്കുവഴിയിലൂടെയാണ് അവൾ ആധ്യാത്മിക ലോകത്തിൽ അറിയപ്പെടുന്നത്. തൻ്റെ ബലഹീനതകളെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന കൊച്ചുത്രേസ്യയ്ക്ക് ചില അവസരങ്ങളിൽ തോന്നിയിരുന്നു തനിക്ക് സ്വർഗത്തിലെത്തുവാൻ അസാധ്യമാണ് എന്ന്. എന്നാൽ ദൈവവചനത്തിൽ അധിഷ്ഠിതമായ അവളുടെ ജീവിതത്തിൽ അവൾ പ്രതീക്ഷ ഒരിക്കലും കൈവിട്ടില്ല. നീതിസൂര്യനായ ക്രിസ്തു തൻ്റെ ഇരുളടഞ്ഞ മനസ്സിലേക്ക് പ്രകാശം തൂവുന്നത് എന്ന് അനുഭവിച്ചറിഞ്ഞ തെരേസയ്ക്ക് ഒരു കാര്യം ബോധ്യമായി. തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ചും തൻ്റെ സകല ന്യൂനതകളെക്കുറിച്ചും എനിക്ക് സഹിഷ്ണുത ഉണ്ടായിരിക്കണം. എന്നിരുന്നാലും വളരെ ഋജുവായ ഏറ്റവും ഹ്രസ്വമായ ഒരു വഴിയിലൂടെ തികച്ചും കുറുക്കു വഴിയിലൂടെ സ്വർഗത്തിലെത്താൻ ഞാനൊരു ഉപായം കണ്ടുപിടിക്കും. കണ്ടുപിടുത്തങ്ങളുടെ കാലത്താണല്ലോ നാം ജീവിക്കുന്നത്. ഇക്കാലത്ത് കോണിപ്പടി കയറേണ്ട പ്രയാസമില്ല. അവയ്ക്ക് പകരം ധനികരുടെ ഭവനങ്ങളിൽ വളരെ എളുപ്പത്തിലുള്ള ലിഫ്റ്റ് എന്നൊരു തന്ത്രമുണ്ട്. യേശുവിൻ്റെ പക്കലേക്ക് ഉയരുവാൻ ഒരു ലിഫ്റ്റ് എനിക്കും കണ്ടുപിടിക്കണം. കാരണം പുണ്യപൂർണതയുടെ പരുക്കൻ കോണി കയറുവാൻ ഞാൻ തീരെ കുഞ്ഞാണ്. ഞാൻ കണ്ടുപിടിച്ച ആധ്യാത്മിക ജീവിതത്തിലെ കുറുക്കുവഴിയെപ്പറ്റി ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൊച്ചുത്രേസ്യ തൻ്റെ ആത്മനാഥൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കണ്ണുനീരോടെ അവൾ പ്രാർത്ഥിച്ചു. ആ യേശുവേ, എൻ്റെ ആത്മാവിനെ സ്വർഗം വരെയും ഉയർത്തേണ്ട ലിഫ്റ്റ് അങ്ങയുടെ തൃക്കരങ്ങൾ തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ വളരേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണം. തുടർന്ന് അധികം കുഞ്ഞായിക്കൊണ്ടിരിക്കുകയും വേണം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.